الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله حيثما كنتم أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് തെറ്റുകളും പിഴവുകളും കുറവുകളും സംഭവിക്കുന്നവരാണ് മനുഷ്യരെന്ന നമ്മൾ എന്നത് മനസ്സിലാക്കി ഞാൻ എല്ലാം തികഞ്ഞവനല്ല, പോരായ്മകളുള്ളവനാണ് എന്ന നിലയിൽ കാരുണ്യവാനായ കരുണാനിധിയായ അല്ലാഹുവിനോട് പറ്റാവുന്ന എല്ലാ സമയങ്ങളിലും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണമെന്ന്, കഴിവിന്റെ പരമാവധി സർവശക്തനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ഫിലസ്തീനിലെ കുട്ടികളുടെ മുഖവും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവർ നിൽക്കുന്ന നീണ്ട നിരയും നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ കടന്നു വരണം, നാം ഓർക്കണം. ഖുതുബയിൽ ഞാൻ എന്നോടും നിങ്ങളോടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇന്ന് സുബഹിക്ക് ജമാഅത്ത് കഴിഞ്ഞ് നമ്മുടെ പ്രശ്നങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ വച്ചപ്പോ ആ ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചു. കവലയിലും അങ്ങാടികളിലും പീഡികത്തിണ്ടയിലും ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിലുമെല്ലാം വല്ലാത്ത അവസ്ഥയായി പോയി എന്ന ചർച്ചയിൽ പലപ്പോഴും എല്ലാവരും പങ്കുചേരാറുണ്ട്. പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥനയാവണമെങ്കിൽ അത് ആത്മാർത്ഥതയുണ്ടാവണമല്ലോ. അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പ്രാർത്ഥന തന്നെ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ആത്മാർത്ഥതയുണ്ടാവണം. ആ നിലക്ക് നമ്മളോട് 5 നേരത്തെ നമസ്കാരത്തിൽ ഖുദ്സ് നമ്മുടെ മനസ്സിൽ വന്നോ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ നടത്തിയത് അങ്ങോട്ടാണ്, ആ ഖുദ്സിന്റെ മണ്ണിലേക്കാണ്. മിഅ്റാജ് നടത്തിയത് ആ ഖുദ്സിന്റെ മണ്ണിൽ നിന്നാണ്. ലോകത്തിലേക്ക് വന്ന പ്രവാചകന്മാർക്ക് ഇമാമായി അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചത് ആ മണ്ണിലാണ്. എന്റെ തഫ്സീർ എടുത്ത് നോക്കൂ നിങ്ങൾ, അവിടെ കാണാം സന്ദേശ കൈമാറ്റത്തിന്റെ ഒരു വിളംബരമായിരുന്നു അത് എന്നാണ്. എന്തിനാ മുസ്ലിങ്ങൾക്ക് ആദ്യത്തെ ഖിബില അല്ലാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയിലെത്തിയിട്ടും വീണ്ടും 16 മാസം അല്ലെങ്കിൽ അതിനപ്പുറം ഖിബിലയായി നിശ്ചയിച്ചു കൊടുത്തത് എന്തിനാണ് എന്ന ചർച്ച ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നടക്കുമ്പോൾ അവിടെ പറയുന്നത്, മനുഷ്യരെ, ഇതൊരു പുതിയ മതമല്ല, ഇതൊരു പുതിയ ആദർശമല്ല, ഇതൊരു പുതിയ പ്രത്യയശാസ്ത്രമല്ല. കഴിഞ്ഞുപോയ പ്രവാചകന്മാർ കടന്നുവന്ന അതേ വഴിയിലൂടെ അതേ സന്ദേശം നൽകാൻ, അതേ വഹ്ദാനിയത്ത് പഠിപ്പിക്കാൻ
അവസാനത്തെ പ്രവാചകൻ ഇതാ വന്നിരിക്കുന്നു എന്ന് മനുഷ്യലോകത്തെ പഠിപ്പിക്കാനും ചിന്തിപ്പിക്കാനുമാണ് ആ ഖിബില ആദ്യം നിശ്ചയിച്ചു കൊടുത്തത് എന്നത് തഫ്സീറുകളിൽ കാണാൻ പറ്റും. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതനായി വന്ന് ഇതാ നിങ്ങൾ കഅബാലയത്തിലേക്ക് തിരിയൂ എന്ന് പറയുന്നതിന് പകരം അല്ലാഹു തആല ആദ്യം ഖിബിലയായി നിശ്ചയിച്ചു കൊടുത്തത് ആ ഖുദ്സിന്റെ മണ്ണിലേക്കാണ്. അല്ലേ? ലോകത്തിലേക്ക് വന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ 2 ഖിബിലയിലേക്കും തിരിഞ്ഞു നമസ്കരിച്ച ഏക പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുണ്ട് ആ മണ്ണിന്. ഫലസ്തീനിന്റെ പ്രശ്നം കേൾക്കുമ്പോ അത് അവരുടെ പ്രശ്നമായി ഒതുങ്ങരുത് എന്നതാണ് ഞാൻ ഈ ആമുഖത്തിൽ കുറിച്ചിട്ടുള്ളത്. ഫലസ്തീനിന്റെ ചരിത്രം മുഴുവനും ഒരു ഖുതുബയിൽ പറയുക എന്നത് അസാധ്യമാണ്. ഞാൻ അത് വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ പറയാനാണ്. ചെരക്കല്ലുകൾ കയ്യിലെടുത്ത് നേരെ എഴുന്നേറ്റ് നിൽക്കാൻ പോലുമാവാത്ത കുരുന്ന മക്കൾ, ജൂതപട്ടാളത്തിന്റെ നേരെ തോക്ക് പിടിച്ചു നിൽക്കുന്ന, ആയുധം പിടിച്ചു നിൽക്കുന്നവർക്ക് നേരെ ചെരക്കല്ലുകൾ എറിയുന്ന കുട്ടികളെ ഏറ്റവും വലിയ ടെററിസ്റ്റുകളായി കണ്ട് അമ്മയുടെ മുമ്പിൽ, ഉമ്മയുടെ മുമ്പിൽ വെച്ച്, വാപ്പയുടെ മുന്നിൽ വെച്ച്, അല്ലെ, ഗർഭസ്ഥ അവസ്ഥയിൽ നിൽക്കുന്ന സഹോദരിയുടെ വയറിലേക്ക് കൈപിടിച്ച് തൂങ്ങി നിൽക്കുന്ന 2 വയസ്സുകാരന്റെ നെഞ്ചിടത്തിലേക്ക് വെടിയുതിർത്തു കൊല്ലുമ്പോ നാം ഓർക്കേണ്ടത്, പ്രിയപ്പെട്ടവർ, ഒരുപാട് ത്യാഗത്തിന്റെയും പ്രയാസത്തിന്റെയും കഥ ഖുദ്സിന് പറയാനുണ്ട്. അത് അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ചരിത്രമല്ല. ലോകത്തിലേക്ക് പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന 3 പള്ളികളെ അള്ളാഹു പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ഒന്ന് ആ ഖുദ്സിന്റെ മണ്ണിലെ മസ്ജിദുൽ അഖ്സയാണ്. അത് നമ്മുടെ മനസ്സിലുണ്ടാകണം. അതിന്റെ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നവർ ലോകത്തിന്റെ കണ്ണിൽ ഒരു പക്ഷേ, ഞാൻ പറഞ്ഞല്ലോ, നേരെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവാത്തവർ, തീവ്രവാദികളും ഭീകരവാദികളുമായി ഇന്നും മുദ്രകുത്തുന്ന എത്രയോ മനുഷ്യർ ലോകത്തിന്റെ മുമ്പിൽ ഉണ്ടാകും. നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുതും വലുതുമായ യുദ്ധ നീക്കങ്ങളെ എണ്ണുമ്പോൾ 81 നീക്കങ്ങളെ കാണാം. ആ 81 യുദ്ധ നീക്കങ്ങളിൽ ആകെ മരണപ്പെട്ടത് 1018 മനുഷ്യരാണ്. 259 മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവർ, 759 പേർ അമുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, അല്ലേ? എന്നിട്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു തീവ്രവാദിയായി, ഒരു ടെററിസ്റ്റായി കാർട്ടൂൺ വരക്കാൻ ലോകത്ത് രാജ്യമുണ്ട്. ഇല്ലേ? നിങ്ങൾ ആലോചിക്ക്. ഇന്നും ജൂതന്മാരെ കുറിച്ച് ആലോചിക്കുമ്പോ ഹിറ്റ്ലർ പറഞ്ഞ വാചകം നമ്മുടെ മനസ്സിലേക്ക് വരണം. ലോകം പഠിക്കണം ഈ ജൂതന്മാര് ആരാണ് എന്നത്. അതുകൊണ്ട് ഞാൻ ചില ആളുകളെ ബാക്കി വെച്ച് പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ? പരിശുദ്ധ ഖുർആൻ ജൂതന്മാരിൽ ഇസ്ലാമിന്റെ കടുത്ത ശത്രുക്കളാകുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ലാ തജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനുൽ യഹൂദ വല്ലദീന അശ്റകൂ എന്ന് തുടങ്ങുന്ന സൂറത്ത് മാഇദയിലെ 82-ാമത്തെ ആയത്ത്, അതിന്റെ താഴെയുള്ള വചനങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി തഫ്സീർ എടുത്ത് വായിക്കണം. അല്ലാഹു പറയാ, ലാ തജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾക്ക് ഏറ്റവും കഠിനമായ ശത്രു നിങ്ങൾക്ക് ലോകത്ത് കണ്ടെത്താൻ കഴിയില്ല ഇവരല്ലാതെ. ഏറ്റവും കഠിനമായ ശത്രു ആരാ? അൽ യഹൂദ്. ഇത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്, ഇത് ഖുർആനിന്റെ പ്രവചനമാണ്. ഖുർആൻ ലോകത്തിന്റെ മുമ്പിൽ വെച്ച സത്യസന്ധമായ പ്രഖ്യാപനമാണ്. ആ ശത്രുത ലോകത്ത് ഇന്ന് നിലനിൽക്കുന്നു. ഇലാ യൗമിൽ ഖിയാമ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സിൽ ലോകത്തിന്റെ മുന്നിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഓർമ്മ വരണം. അവർ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തത് നമ്മുടെ മനസ്സിലേക്ക് വരണം. അവർ ക്ഷമിച്ചത് നമ്മുടെ മനസ്സിലേക്ക് വരണം. പ്രതീക്ഷ കൈവിടാതെ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അവിടെ കണ്ണുകൾ നനഞ്ഞ് ചുണ്ടുകൾ വിതുമ്പി
തൊണ്ട ഗദ്ഗതമായി കരങ്ങൾ ഉയർന്ന് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിലേക്ക് അവർ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിച്ചത് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം. അത് നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്നതാണ് ഞാൻ ഈ ഖുത്ബയിൽ ഒന്നാമത്തെ കാര്യമായി ചോദിച്ചത്. ഹൃദയം തട്ടി നാം അല്ലാഹുവിനോട് പറഞ്ഞു. റഷ്യൻ വിപ്ലവത്തെടുത്ത് നോക്ക്, 1 കോടി മനുഷ്യന്മാരാ മരിച്ചു വീണത്. എന്നിട്ട് ലോകത്ത് ചർച്ച ചെയ്യുന്നുണ്ടോ? ലോകമഹായുദ്ധങ്ങളുടെ കണക്കെടുത്ത് നോക്ക് നിങ്ങള്. ഹിരോഷിമയിൽ 1,30,000 ആളുകളാ മരിച്ചു വീണത്. നാഗസാക്കിയിൽ മാത്രം 75,000 പേരാണ് മരിച്ചു വീണത്. വിയറ്റ്നാമിന്റെ യുദ്ധനീക്കങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ, 40 ലക്ഷം ആളുകളാ മരിച്ചു വീണത്. എന്നിട്ട് ലോകമഹായുദ്ധത്തിലേക്ക് അണുബോംബ് വർഷിപ്പിക്കാൻ വേണ്ടി പ്രയത്നിച്ചവരോ അധ്വാനിച്ചവരോ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കുബുദ്ധികളോ അതിന്റെ വാഹകരോ ലോകത്ത് ഏതെങ്കിലും ഒരു തീവ്രവാദിയുടെ ലിസ്റ്റിൽ കടന്നു വരുന്നുണ്ടോ? ഇന്നും ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യമുണ്ടാ നാട്ടിൽ? ഓട്ടിസ്റ്റിക്കലായി, മെന്റലി റിട്ടാർഡായി, അതേ പ്രിയപ്പെട്ടവരെ, അംഗവൈകല്യം സംഭവിച്ചവരായി, ശാരീരികമായ വൈകല്യങ്ങൾ സംഭവിച്ചവരായി അവിടെ ധാരാളം മക്കൾ പിറന്നു വീടുന്നു. അന്ന് വർഷിപ്പിച്ച അണുബോംബിന്റെ തിക്തഫലമാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. എന്നിട്ട് തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും ലിസ്റ്റിലേക്ക് അവരെ കൊണ്ടുവരാൻ ലോകത്ത് ആരൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട്? എവിടെയെങ്കിലും ചർച്ചയുണ്ടാവാറുണ്ടോ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ഇങ്ങനൊരു ആമുഖം കുറിക്കാൻ കാരണം ഇസ്ലാം തെളിഞ്ഞു നിൽക്കുന്ന മതമാണ്. ഇസ്ലാം അജയ്യമായ മതമാണ്. ഇത് അല്ലാഹുവിന്റെ ദീനാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ലോകരക്ഷിതാവായ റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം അത് അല്ലാഹുവിന്റെ മതമാകുന്ന അൽ ഇസ്ലാമാണ്. അതുകൊണ്ട് എന്തിനാ അത് പറഞ്ഞത്? അതിനെ ശത്രുതയോടുകൂടി കാണാൻ ലോകത്താളുകൾ ഉണ്ടാകുമെന്നത് സർവശക്തനായ റബ്ബ് ഈ മത ആരുടേതാണോ അവനാണ് പറഞ്ഞത്. ആ വിശ്വാസം വെച്ചു പുലർത്തുന്നവരോട് അതിശക്തമായ ശത്രുത ആളുകൾക്കിടയിൽ ഉണ്ടാകുമെന്ന്. പക്ഷെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഖുദ്സ് ചിരിക്കാതെ, ഖുദ്സിൽ അവിടുത്തെ ഏറ്റവും മനോഹരമായ പതാക ഉയരാതെ ലോകമൊരിക്കലും അവസാനിക്കില്ല. കളവ് പറയാത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്. ഖുദ്സ് ചിരിക്കാതെ ഇന്ന് വേദനിക്കുന്നു. തിരിച്ചങ്ങോട്ട് ഒരു കല്ലെടുക്കാൻ പോലും ശേഷിയില്ലാതെ അവർ അശക്തരായി അവിടെ മുന്നിൽ നിൽക്കുന്നു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലേക്കുള്ള ദൂരമില്ലല്ലോ ഖുദ്സിന്റെ മണ്ണിൽ നിന്ന് ഇറാഖിലേക്ക്. എന്നിട്ട് ഒരു മഹാരഥനായ പണ്ഡിതനെ കുറിച്ച് നമുക്ക് ഓർമ്മയില്ലേ? ഇറാഖിന്റെ ബാഗ്ദാദിന്റെ മണ്ണ് ഉണ്ട്. തൗഹീദിനു വേണ്ടി കിതാബ് രചിച്ച ചെറിയ സൂഫി ചിന്തകൾ ഉണ്ടെങ്കിലും തൗഹീദിന്റെ രംഗത്ത് വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിച്ച മഹാരഥനായ ഒരു പണ്ഡിതനാണ് മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലേ? ഖുദ്സിന്റെ മണ്ണിൽ നിന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാലുമുറിഞ്ഞുപോയ, കയ്യറ്റുപോയ, ശരീരത്തിൽ നിന്ന് കൊടൽമാലകൾ വരെ പുറത്തേക്ക് ചാടി അവസാനം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ വാക്കുകൾ, കുട്ടികളുടെ അക്ഷരങ്ങൾ, അല്ലേ, അവിടുത്തെ പ്രായമുള്ള മനുഷ്യരുടെ വാചകങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയുടെ കേൾക്കുമ്പോ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനെ വിട്ട് അവരാരെങ്കിലും ലോകത്തിലേതെങ്കിലും മഹാരഥന്മാരായ ആളുകളോട് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സഹായതേട്ടം നടത്തുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഉണ്ടോ? എവിടെ തെരഞ്ഞാലും കിട്ടുകയില്ല. ചെറിയ കുട്ടികളോട് ചോദിക്കുന്നു, ഈ ഖുദ്സ് വിട്ട് പൊയ്ക്കൂടെ മോളെ നിനക്ക്? 3 വയസ്സുള്ള മോളോട് വാപ്പ ചോദിക്കുക, നമുക്ക് പോവാം. ആ മോള് വരെ പറയുന്നു, നിങ്ങൾ കാണുന്നുണ്ടാവും അതൊക്കെ സോഷ്യൽ മീഡിയയിൽ. 5 വയസ്സുള്ള മോൻ പറയുന്നു, 8 വയസ്സുള്ള മക്കള് പറയുന്നു. എന്താ പറയുന്നത്? 65,000-ത്തിലധികം ആളുകൾ കണക്കാണ്. അവരുടേതായ കണക്ക് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ സംസാരിക്കുന്നില്ല. കണക്കനുസരിച്ചു മാത്രം 65,000-ത്തിലധികം ആളുകൾ മരിച്ചു വീണ അത് കണ്ട ഒരു ചെറിയ പ്രദേശമാണ് ഗസ. ആ ചെറിയ പ്രദേശത്ത് 65,000 ആളുകളുടെ മരിച്ചു വീണ മയ്യത്ത് കണ്ടിട്ട് 5 വയസ്സും 8 വയസ്സും 3 വയസ്സുമുള്ള മക്കളോട് പറയുന്നു, ഇവിടം വിട്ട് പോകാം നമുക്ക് എന്ന് വാപ്പ പറയുമ്പോ, ഇല്ല വാപ്പ പോണ്ട, നമുക്ക് അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാം എന്ന് പറയുമ്പോ, വേണ്ട, നമ്മൾ ജനിച്ച നാട്ടിൽ നിൽക്കാൻ നമുക്ക്. അല്ലാഹു അക്ബർ.
റബ്ബിന് വേണ്ടി നമുക്ക് മരിക്കാം വാപ്പ എന്ന് 3, 5, 7 വയസ്സുള്ള മക്കൾ വാപ്പയോട് വാപ്പ ആശ്വസിപ്പിക്കുമ്പോ ആ വാപ്പയുടെ കണ്ണീര് തുടച്ച് സാരമില്ല ഉപ്പ, അള്ളാഹുവിന്റെ മാർഗത്തിലല്ലേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന മക്കളെ കാണുന്ന മണ്ണ്. വിളിച്ചു അവർ ഇറാഖിന്റെ ബഗ്ദാദിൽ കിടക്കുന്ന ഷെയ്ഖ് മുഹീദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഏതെങ്കിലും നബിമാരെ വിളിച്ചു അവർ? ഏതെങ്കിലും ഷെയ്ഖുമാരെ വിളിച്ചു അവർ? നമ്മുടെ നാട്ടിൽ മുസ്ലിം ഉമ്മത്ത് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ, ഒരു ഖുത്ബയിൽ ഞാനൊരു പണ്ഡിതന്മാരുടെ പേര് പരാമർശിക്കുക എന്നതൊന്നും ശരിയല്ല, ഞാൻ അത് ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷെ നേർക്ക് നേരെ പറഞ്ഞു കൊടുക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇടയാളനാക്കുകയല്ല നമ്മൾ വേണ്ടത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ പ്രസംഗമൊക്കെ. നേരിട്ട് ചോദിച്ചോളൂ, ഒരു ഇടയാളനും ആവശ്യമില്ല. ആരോട്? മുഹീദ്ദീൻ ഷെയ്ഖിനോട്, CM മടവൂരിനോട്, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ഇടയാളനും വേണ്ട, നേർക്ക് നേരെ വിളിച്ചോളൂ എന്ന് 2025 പാവപ്പെട്ട മുസ്ലിങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നു. അല്ലേ? ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു പണ്ഡിതനോട് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? ഒരു മുഖാമുഖത്തിന്റെ വേദിയിൽ ഞാനിത് പറയുന്നത് സങ്കടത്തോടു കൂടിയാണ്. ആ ഖുദ്സിന്റെ മണ്ണിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ വീണ് കിടക്കുന്ന മക്കള് ഒരു കെട്ടിടം അതാ മിസൈൽ തകർക്കുന്നു. അവിടെ ഒരുപാട് മനുഷ്യരുണ്ട് എന്നറിഞ്ഞ് ഓടി വരുന്നു അടുത്തുള്ള ആളുകളൊക്കെ രക്ഷാപ്രവർത്തനത്തിന്. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാൽ അടുത്ത മിസൈൽ വരുന്നു. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വരുന്ന ആളുകൾ വരാനുള്ള ഗ്യാപ്പാണ് ഞങ്ങൾ കൊടുത്തത്. അടുത്ത മിസൈൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വരുന്നവരെ തകർക്കാനുള്ളതാണ്. അത് കണ്ടിട്ടും അവിടെ മനസ്സ് തകരുന്നില്ല. അവർ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നു, അവർ അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നു. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോട് മാത്രം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലേ പ്രിയപ്പെട്ടവരെ? ഞാൻ എന്തിനാ പറഞ്ഞറിയോ? ഒരു പണ്ഡിതനോട് ചോദിക്കുകയാണ് ഒരു സാധാരണക്കാരൻ, ഞാനൊരു അപകടത്തിൽ പെട്ട് ഞാൻ റോഡിലേക്ക് വീണ് എന്റെ തല ഒരു എഡ്ജിലടിച്ച് എനിക്കുറപ്പായി ഞാൻ മരിക്കുമെന്ന്, ചോര എന്റെ ശരീരത്തിൽ നിന്ന് വാർന്നൊലിക്കുന്നു, ഞാൻ മരിക്കുകയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ ബദരീങ്ങളെ എന്നെ കാക്കണേ എന്ന് ഞാൻ വിളിച്ചാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? കസേരയിലിരിക്കുന്ന പണ്ഡിതൻ എഴുന്നേറ്റ് മൈക്ക് പോയിന്റിലേക്ക് മറുപടി പറയാൻ വന്നിട്ട് പറഞ്ഞു, ആ ചോദ്യം തന്നെയാണ് കറക്റ്റ്, ആ വിളി തന്നെയാണ് കറക്റ്റ്, അങ്ങനെ തന്നെ വിളിക്കണം. ആ വിളിയിലൂടെ അങ്ങനെ വിളിച്ച് നീ മരിച്ചാൽ നമുക്കാർക്കും കേൾക്കാൻ കഴിയില്ലെങ്കിലും ആ ബദരീങ്ങളെ എന്ന് വിളിച്ച് നീ മരിക്കുമ്പോ അവരുടെ കറാമത്ത് കൊണ്ട് നിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു ചെല്ലിപ്പിക്കുമെന്നതാണ് ഉത്തരമായി പറഞ്ഞു കൊടുക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാനിത് പറയുന്നത് ഈ പള്ളിയിൽ യാത്രക്കിടയിൽ കയറി വന്ന ഏതെങ്കിലും ഒരു സഹോദരന് ആദർശം മനസ്സിലാക്കാത്ത ഒരാളുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് പ്രദേശത്തുള്ളവനാകട്ടെ, ഏത് യാത്രക്കിടയിലുള്ളവനാവട്ടെ, അള്ളാഹുവിന്റെ പരലോകത്ത് നമ്മൾ ചെന്നു നിൽക്കേണ്ടവരാണ്. അല്ലേ? അവിടെ തൗഹീദില്ലാത്തവർ രക്ഷപ്പെടാൻ പറ്റാത്ത റബ്ബിന്റെ നീതിപൂർവമായ കോടതിയിൽ ചെന്നു നിൽക്കേണ്ടവരാണ് നമ്മൾ. സർവശക്തനായ അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ മണ്ണിന്റെ ചരിത്രത്തിലേക്ക് എന്നെ വീണ്ടും മടങ്ങിയാൽ ഞാൻ പറയുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റോം ടീമിന് സഹായം നമ്മൾ കൂടെ നിൽക്കേണ്ടത്, പ്രാർത്ഥന കൊണ്ട് കൂടെ നിൽക്കേണ്ടത് റോമിന്റെ കൂടെയാണ്, പേർഷ്യയും റോമും. ഒരു കാലത്ത് അമേരിക്ക, റഷ്യ എന്നൊക്കെ പറഞ്ഞ പോലെ അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ശക്തികളാണ് പേർഷ്യയും റോം. അത് തമ്മിൽ യുദ്ധം നടക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്രിസ്ത്യാനികളായ റോമിന്റെ കൂടെ നമ്മൾ നിലയുറപ്പിക്കുന്നു എന്ന് പറഞ്ഞു, ഇല്ലേ? എന്നിട്ട് റോം പരാജയപ്പെട്ടു. ആ സമയത്ത് പരിഹസിച്ചു. ചരിത്രത്തിൽ കാണാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുമായിട്ട് അവിടുത്തെ ചില മുനാഫിക്കുകളുടെ നേതാക്കന്മാർ പന്തയം വെക്കാൻ 100 ഒട്ടകത്തിന്, ഏത് അല്ലാഹു തആല വരും വർഷങ്ങളിൽ നിങ്ങൾ റോം വിജയിച്ചു വരുന്നത് കാണുമെന്ന് പറഞ്ഞ ആയത്തിറക്കി. അത് സഹാബത്തിനിടയിൽ സംസാരമാകുമ്പോ പരിഹസിച്ചുകൊണ്ട്, കളിയാക്കിക്കൊണ്ട്, തോറ്റവരൊക്കെ ലോകത്ത് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ് കളിയാക്കിയ സമയം പന്തയം വെക്കാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വരെ അവർ മുന്നോട്ട് വരുന്നത് കാണാം ചരിത്രത്തിൽ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, ഇല്ലേ? അവിടെ നമ്മുടെ മനസ്സുണ്ടാകണം. അതേ അള്ളയാണ് പറഞ്ഞത് ഖുദ്സ് ചിരിക്കുമെന്ന്. അതേ
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ വഹയി പ്രകാരമാണ് നമ്മളോട് പറഞ്ഞത് ഖുദ്സ് ചിരിക്കുമെന്ന്. അന്ന് റോം മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും സപ്പോർട്ട് പറയുന്ന റോം തോറ്റുപോയി. പക്ഷെ ഖുർആൻ ആയത്തിറക്കി ഗലിബത്തിർ റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. എവിടെ എത്ര കൊല്ലം കൊണ്ടാ? ഫീ ബിൽഇ സിനീൻ. അവിടെ ബിൽഇ എന്ന അറബി പ്രയോഗത്തിന് 10 താഴെ വരുന്ന വർഷം എന്നാണ്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വെച്ചടിക്കാൻ വന്ന ആളോട് പറഞ്ഞത് 9 വർഷത്തിനുള്ളിൽ തിരിച്ചു വരുന്നത് കാണും നീ എന്ന് അദ്ദേഹത്തോട് പറയുന്നത്. അത് അറബികൾക്കറിയാം ആ പ്രയോഗത്തിന്റെ അർത്ഥം. തിരിച്ചു വന്നില്ലേ? വൻ ശക്തിയായി. അന്ന് പ്രിയപ്പെട്ടവരെ ജൂതന്മാർ പേർഷ്യക്കാരുടെ കൂടെയാണ് നിന്നത്. ജൂതന്മാർ പേർഷ്യക്കാരുടെ കൂടെയാണ് നിന്നത്. എന്നാൽ രണ്ടാമത് തിരിച്ചടിക്കുമ്പോ റോം സൈന്യത്തിന്റെ കൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിന്റെയും ഒക്കെ സപ്പോർട്ട് ഇവർക്കാകുമ്പോ ജൂതന്മാരും റോമിന്റെ കൂടെയാണ് നിന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം പേർഷ്യക്കാർ വിജയം കൈവരിച്ചിട്ട് അവർ വിചാരിച്ചതുപോലെ ഖുദ്സിന്റെ മണ്ണിൽ അവർക്കൊന്നും പ്രത്യേകം ഇടം കൊടുത്തില്ല. അതുകൊണ്ട് ഇനി റോമിന്റെ കൂടെ കൂടാം, ക്രിസ്ത്യാനികളുടെ കൂടെ കൂടാം എന്ന നിലക്ക് അവർ അവരുടെ സഹകരണം അവർക്ക് പ്രഖ്യാപിച്ചു. പക്ഷെ റോം വിജയിച്ചടക്കി അവരെ ഖുദ്സിന്റെ മണ്ണിൽ നിന്ന് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ജൂതലോഭികളെ ആട്ടിയോടിച്ചു. അതാ ചരിത്രം. ആട്ടിയോടിച്ചു. കാരണം അത്ര ക്രൂരത ഇവർ ക്രൈസ്തവരോട് ചെയ്തു കൂട്ടിയിരുന്നു. അതുകൊണ്ട് അവർക്ക് അവിടെ ഇടം കൊടുത്തില്ല. ഞാനിത് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഖിളറിന്റെയും ചരിത്രം വായിക്കുമ്പോ മൂസാ നബിയുടെ കൂടെ ഒരു ഭൃത്യനുണ്ടായിരുന്നു. അതാരാ? തഫ്സീറുകൾ ചർച്ച ചെയ്യുന്ന പേര് യൂഷ അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ്. അതെ, ഖുദ്സിന്റെ മണ്ണിലേക്ക് അല്ലാഹു തആല അതിന്റെ വിജയത്തിന് വേണ്ടി പറഞ്ഞേക്കുന്നത് യൂഷ അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. അത് പല പ്രാവശ്യങ്ങളായി തകർക്കപ്പെട്ടു. യൂഷ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങോട്ട് കടന്നു ചെല്ലുന്നത് ചരിത്രത്തിൽ കാണാൻ പറ്റും. അങ്ങനെ യൂഷ അലൈഹി സ്വലാത്തു വസ്സലാം ആ യുദ്ധ നീക്കങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോ വെള്ളിയാഴ്ച ദിവസമാണ് പ്രിയപ്പെട്ടവരെ യുദ്ധ നീക്കം ആരംഭം കുറിക്കുന്നത്. അതുകൊണ്ട് യൂഷ അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് വെള്ളിയാഴ്ച ദിവസമാണ്, മഗ്രിബ് കഴിഞ്ഞാൽ പിന്നീട് യുദ്ധവുമായി മുന്നോട്ട് രാത്രി യുദ്ധം അവർക്കിടയിലില്ല. പിറ്റേ ദിവസം യഹൂദികൾക്ക് സബ്താണ്, അന്ന് മുന്നോട്ട് പോവാനും പറ്റുകയില്ല. അതുകൊണ്ട് യൂഷ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ ബുഖാരി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ തന്നെ കാണാം, യൂഷ സൂര്യനെ നോക്കി പറയുന്നുണ്ട്, ഇന്നകി മഅ്മൂറ വ അന മഅ്മൂറുൻ. അല്ലേ? സ്വഹീഹായ ഹദീസിൽ കാണാം, സൂര്യനെ നോക്കി പറയുകയാണ്, അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് നീ നിർവഹിക്കുന്നത്, ഞാനും അതേ ഉത്തരവാദിത്തം അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് അസ്തമിക്കാതെ നിന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് പ്രാർത്ഥന ഉയർത്തുകയാണ്. ഇതാ ഇതിന്റെ വിജയത്തിന് വേണ്ടി മുന്നോട്ട് പോകണമെന്ന് യൂഷ അലൈഹി സ്വലാത്തു വസ്സലാം പറയുമ്പോ യുദ്ധത്തിന്റെ വിജയം കൈവരിക്കുന്നത് വരെ സൂര്യനസ്തമിക്കാതെ നിന്നത് മുസ്ലിം വിശ്വസിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരാൾക്കും തകർത്തെറിയാനാവാത്ത വിധം ഖുദ്സിന്റെ മണ്ണ് നാളെ ചിരിക്കുക തന്നെ ചെയ്യും. അള്ളാഹു അതിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലേ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, നിങ്ങൾ നോക്കൂ ചരിത്രത്തിൽ എത്ര വലിയ നന്ദികേടാണ്. ബനു ഇസ്രായീൽ എന്ന് പറയുന്ന ആ ടീമിന്റെ നന്ദികേട്, ഞാൻ അവിടേക്ക് പോകുന്നില്ല, ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ബനു ഇസ്രായീൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 12 മക്കളിലുള്ള ഗോത്രങ്ങളായി ആ ചരിത്രത്തെ നമ്മളെല്ലാവരും, ആ യൂസഫ് നബിയുടെയും ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഒക്കെ ചരിത്രങ്ങൾ വായിക്കുമ്പോ അവിടുത്തെ 2 മക്കളിൽ ഒരു മക്കളിലൂടെ കൈവരിഞ്ഞു വരുന്ന അല്ലെങ്കിൽ തിരിഞ്ഞു വരുന്ന ഗോത്രങ്ങളെ ഞാനും നിങ്ങളും ഈ ചരിത്രത്തിൽ ഓർക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ഇപ്പൊ പോകുന്നില്ല. ഞാൻ പറയുന്നത്, ആ നിലക്ക് ചരിത്രങ്ങൾ എവിടെ പരിശോധിച്ചാലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത ഒരു ടീമിന് അള്ളാഹു വിജയം കൊടുക്കുന്നു. പക്ഷെ ചില ആളുകൾ വിജയം നേർക്ക് നേരെ കണ്ടാലും നന്ദി കാണിക്കുകയില്ല. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ നദിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്, നദി 2ആയി പിളരുന്നത്, അവരിക്കരയിലെത്തുന്നത് എല്ലാം കണ്ടിട്ടും
അല്ലാഹു തആല ഖുദ്സിന്റെ മണ്ണിലേക്ക് നീങ്ങാൻ പറയുമ്പോ മടിച്ചു നിൽക്കുന്ന ഒരു ടീമിനെയാണ് നമ്മൾ കണ്ടത്. ആ വലിയൊരു ടീമിൽ നിന്ന് വെറും 2 മനുഷ്യരാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ പോവാൻ റെഡിയായത്. അള്ളാഹ് 40 വർഷം വിലക്കേർപ്പെടുത്തി. ആ വിലക്ക് ആർക്കുകൂടി ബാധകമായി? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് കൂടി ബാധകമായി. ചരിത്രത്തിന്റെ അവിടെയും ഇവിടെയും പറയുമ്പോ ഒരുപക്ഷെ കോർവയില്ലാതെ പറയുമ്പോ ചരിത്രത്തിൽ ഒരുപാട് വശങ്ങളെ പറയാനുണ്ട്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ആ വിലക്കിൽ അദ്ദേഹം നിർബന്ധിതനായി. അള്ളാഹുവിന്റെ വിലക്കാണ് 40 വർഷം. ആ സമയമാണ് അവർ മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അവസാനം മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം 120ാമത്തെ വയസ്സിൽ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ കാണുന്ന ദൂരം, ബൈത്തുൽ മുഖദ്ദസ് നിൽക്കുന്ന തൊട്ടടുത്ത പ്രദേശത്തേക്ക് ഒരു മലയുടെ ഒരു കുന്നിന്റെ ചെരുവിലേക്ക് മുകളിലേക്ക് പോകാൻ അള്ളാഹുവിനോട് അനുവാദം ചോദിക്കുന്നതും അള്ളാഹു തആല അനുവാദം കൊടുക്കുന്നതും അവിടെ വെച്ച് മരണപ്പെടുന്നതുമൊക്കെ ചരിത്രത്തിൽ എനിക്കും നിങ്ങൾക്കും വായിക്കാൻ പറ്റും. ഹദീസുകൾ വെച്ചുകൊണ്ട് തന്നെ ആ ചരിത്രത്തെ വിശദീകരിക്കാനും വിവരിക്കാനും പറ്റും. ഞാൻ പറയുന്നത്, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ നിന്ന ടീം എല്ലാം കണ്ട് ഒരു അത്ഭുതകരമായ ഈ രംഗം കണ്ടിട്ടും പിന്നെയും അള്ളാഹുവിനെ നിഷേധിക്കുന്ന, പടച്ചവനോട് ധിക്കാരത്തിന്റെ വർത്തമാനം പറയുന്ന ഒരു ടീമായിട്ടാണ് എനിക്കും നിങ്ങൾക്കും കാണാൻ പറ്റുന്നത്. പക്ഷേ അള്ളാഹു തആല മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിറകിൽ വരുന്ന ഫിർഔനും ടീമും ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ചരിത്രത്തിന്റെ ഒരു കോർവ കിട്ടാൻ വേണ്ടി പറയാണ്. ഫിർഔൻ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ കിങ്കരന്മാർ, ഒപ്പമുള്ള കിങ്കരന്മാർ ആയുധങ്ങളുമായി കടന്നു വരുമ്പോ നമ്മളെ ഇപ്പൊ പിടികൂടുമെന്ന് പറയുമ്പോ എന്റെ റബ്ബുണ്ട് എന്റെ കൂടെ, എനിക്ക് മാർഗം കാണിച്ചു തരാനെന്ന് പറഞ്ഞ് തന്റെ അനുയായികളെ ഉറപ്പിച്ചു നിർത്തുന്ന അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നടക്കുന്നത് നോക്കൂ നിങ്ങള്. അള്ളാഹുവിന്റെ സഹായം അവിടെ ഉണ്ടാവുകയാണ്. ആ മൂസാ നബിക്ക് വഴി കാണിച്ചു കൊടുത്ത റബ്ബ് ഇന്നുമുണ്ട്. ആ മൂസാ നബിക്ക് വഴി കാണിച്ചു കൊടുത്ത റബ്ബ് ഇന്നുമുണ്ട്. ആ ഓർമ്മയാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടാൻ സർവശക്തനായ റബ്ബിനോട് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം, അല്ലേ? ഇനി ഖുദ്സിന്റെ മണ്ണിലേക്ക് ഒരു ചരിത്രത്തിന്റെ വശം കൂടി ഞാൻ പറയട്ടെ. ജാലൂത്തിന്റെ ടീം വന്നുകൊണ്ട് ഖുദ്സിലെ, അല്ലെങ്കിൽ ആ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോൻ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. ചരിത്രം ഇങ്ങനെ വരികയാണ്. ആരായി ഖുദ്സ് ഉണ്ടാക്കിയത്? ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടാക്കിയത് ആരാ ലോകത്തിലെ 1ാമത്തെ ഭവനം കഅബാലയം പണിതത്? ഇതിനൊക്കെ ഉത്തരത്തിൽ ചില പണ്ഡിതന്മാർ പറയുന്നത് അവിടെ പുതുക്കിയുള്ള ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഉയർത്തിക്കൊണ്ടുള്ള ചില നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമും സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമും എവിടെ? ഫിലിസ്തീനിൽ നടത്തിയ, ജെറൂസലേമിൽ നടത്തിയത്. മക്കയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും നടത്തിയത്. അതിനു മുമ്പേ മലായിക്കത്തുകളാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്ന് തഫ്സീറുകളിൽ നമുക്ക് വായിക്കാൻ പറ്റും. നിൽക്കട്ടെ, ഞാൻ അവിടേക്ക് പോകുന്നില്ല. ഏതായാലും സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൈകളിലേക്ക് അത് വരുന്ന ചരിത്രത്തിന്റെ തൊട്ട് മുമ്പ് നിൽക്കുന്നത് എന്താണ്? ജാലൂത്ത് എന്ന് പറയുന്ന ടീം വന്ന് തകർക്കുന്നു, നേതൃത്വത്തിൽ തകർക്കുന്നു. അല്ലാഹു തആല മറ്റൊരു ടീമിനെ നിശ്ചയിക്കുന്നു ത്വാലൂത്തിന്റെ നേതൃത്വത്തിൽ. ആ ത്വാലൂത്തിൽ ഏറ്റവും യുവാവായി ആ യുദ്ധ നീക്കത്തിൽ, പ്രിയപ്പെട്ടവരെ, ആ ഖുദ്സിന്റെ മണ്ണ് വീണ്ടും പരിശുദ്ധമാക്കാൻ കടന്നു വരുന്ന കൂട്ടത്തിലെ യുവാവായിരുന്നു ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം. എന്ന പ്രവാചകനായിട്ടില്ല. പിന്നെ ആ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ അതിന്റെ ഭരണചക്രം കിട്ടിയപ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് 3 കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. സഅലല്ലാഹു സലാസ, ഹദീസിൽ കാണാം, ഹുക്മൻ യുസാദിഫു ഹുക്മഹു, നിഷ്ഠമായി, നീതിപൂർണമായി അവിടെ കാര്യങ്ങളെ നടപ്പിലാക്കാനും വിധി കൽപ്പിക്കുവാനുമുള്ള ആ കാര്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നു. വമുൽകൻ ലാ യംബഗി ലിയഹദിൻ മിൻ ബഅദിഹി, ഒരാൾക്കും ഇനി കടന്നു വരുന്ന ആളുകളാകട്ടെ ഒരാൾക്കും കിട്ടാത്ത ഒരു രാജാധികാരം ഇവിടെ നൽകാൻ വേണ്ടി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. 2 കാര്യങ്ങൾ.
ഈ രണ്ടു കാര്യങ്ങളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ അള്ളാഹു ഉടനെ കൊടുത്തു. സുലൈമാൻ നബിക്ക് കിട്ടിയ ഒരു അധികാരം, ഒരാൾക്കും കിട്ടാത്ത വിധത്തിലുള്ള അധികാരം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തു. നീതിപൂർവമായ ന്യായവിധികൾ നടത്താനുള്ള സൗകര്യങ്ങളും അള്ളാഹു കൊടുത്തു. മൂന്നാമതായി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇവിടെ വന്ന് നമസ്കരിക്കുന്നവർക്ക് എങ്ങനെ ഇല്ലാ ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദതുഹു ഉമ്മുഹു, ഇന്ന് ഉമ്മ പ്രസവിച്ച് വീണ കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായി അള്ളാഹു സ്വീകരിച്ച ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചു പോകുന്നവനെ പോലെ ഇവിടെ വന്ന് നമസ്കരിച്ചവന്റെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുത്ത് നിഷ്കളങ്കനായ ഒരു കുഞ്ഞിനെ പോലെയുള്ള ഒരവസ്ഥ കൊടുക്കണമെന്ന്. പക്ഷെ ആദ്യം ചോദിച്ച രണ്ട് കാര്യം കൊടുത്തു. എന്നിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്നാമത് ചോദിച്ചതും കൊടുക്കണമെന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഭവത്തെ ഉദ്ധരിക്കുന്ന ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് എത്രയോ കിലോമീറ്റർ അപ്പുറമുള്ള, പ്രിയപ്പെട്ടവരെ, ഈ ജെറൂസലമിലെ, ഫിലിസ്തീനിലെ ജെറൂസലമിന്റെ മണ്ണിലേക്ക് ആ ഭവനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു നടന്നുപോയി അവിടെ ചെന്ന് 2 റക്അത്ത് നമസ്കരിച്ച് തിരിച്ചു പോന്നു എന്ന് ഇതിന്റെ തഫ്സീറിൽ എനിക്കും നിങ്ങൾക്കും വായിക്കാൻ പറ്റും. ഞാൻ ചരിത്രത്തിലേക്ക് ഇനിയും നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ അതൊരു ഫലസ്തീനിന്റെ പ്രശ്നമാണ്, അതൊരു ഫലസ്തീനിന്റെ പ്രശ്നമാണ്. ആ നിലക്കതിനെ ഒതുക്കി കാണേണ്ടതല്ല. ഓരോ പ്രവാചകന്മാർ അവിടേക്ക് കടന്നു വരുന്നു, അത് നിലനിർത്തുന്നു, വീണ്ടും അവർ തകർക്കുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യൂശഉമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉദ്ധരിക്കുന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കേട്ടോ. ഇമാം നസായി ഉദ്ധരിക്കുന്ന, ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന റഹ്മത്തുള്ളാഹി അലൈഹിമ അവരുദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കുല്ലമാ ഹലക നബിയുൻ ഖലഫഹു നബിയുൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. കുല്ലമാ ഹലക നബിയുൻ, ഓരോ നബിമാരും അങ്ങനെ അവസാനിച്ചു പോവുകയാണ്. യഹ്യാ നബിയെ പ്രിയപ്പെട്ടവർ അവർ കൊന്നതാണ്, ജൂതന്മാർ കൊന്നതാണ്. മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ കൊല്ലാനുള്ള എല്ലാ തന്ത്രങ്ങളും അവർ ഒരുക്കിയതാണ്. അവർ കൊന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതും. പക്ഷേ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓതി തന്നു എന്ത്? വമാ ഖതലൂഹു വമാ സ്വലബൂഹു, അവർ കൊന്നിട്ടുമില്ല, അവർ ക്രൂശിച്ചിട്ടുമില്ല, മറിച്ച് സദൃശ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഉണ്ടായത്, അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുകയാണ് ഉണ്ടായത്. ഞാൻ പോകുന്നില്ല. ഈ ഹദീസിലെ പ്രയോഗം എന്താ? കുല്ലമാ ഹലക നബിയുൻ ഖലഫഹു നബിയുൻ, ഓരോ നബിമാരും മരിച്ചു തീരുകയും ഇല്ലാതെയാവുകയും ചെയ്യുമ്പോ അതിന്റെ പിൻഗാമിയായി ഉടനെ മറ്റൊരു പ്രവാചകൻ അങ്ങോട്ട് നിശ്ചയിക്കുകയാണ് അള്ളാഹു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഈ ദീന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾ എന്ന നിലക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. ആ ഖുദ്സിന്റെ മണ്ണിനു വേണ്ടി ഞാനും നിങ്ങളും ധാരാളമായി പ്രാർത്ഥിക്കണം. ചരിത്രങ്ങളെ ധാരാളമായി വിശദീകരിച്ചു അതുകൊണ്ട് പ്രത്യേക പ്രയോജനമുണ്ട് എന്ന അർത്ഥത്തിലല്ല ഞാൻ ഈ പറയുന്നത്. മറിച്ച് അതിനൊരു സാധാരണ ഒരു സ്ഥലമായി അത് നമ്മെ ബാധിക്കുന്ന ഒന്നല്ല എന്ന നിലക്ക് മാറി നിൽക്കേണ്ടവരോ മാറ്റി നിർത്തേണ്ടവരോ അല്ല, ചേർത്തു പിടിച്ച്, നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ച് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥനകൾ അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഉയരണം. സർവശക്തനായ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് വാക്ക് തന്നതാണ്. പിന്നെ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ആ ഖുദ്സ് ചിരിക്കുമെന്ന്. പക്ഷെ കുറെ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും. അത് മുഅ്മിന് അത് പാഠമുണ്ട്. നമ്മളിതാ ഈ മഞ്ചേരിയിലെ 22 എന്ന് പറയുന്ന ഈ പ്രദേശത്തെ പള്ളിയിൽ ഇരിക്കുമ്പോ, വിശ്വാസികളായി ഇനി മുന്നോട്ട് പോകുമ്പോ പലതും നമ്മൾ സഹിക്കേണ്ടി വരും, പലതും നമ്മൾ കേൾക്കേണ്ടി വരും. പല ആരോപണങ്ങളും ആക്ഷേപങ്ങളും നമ്മുടെ നെഞ്ചിടങ്ങളിലേക്ക് തുളച്ചു കയറും. ക്ഷമിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. തീക്കട്ട കയ്യിൽ വെച്ചതുപോലെ ഒരു മുസ്ലിമായി ജീവിക്കുക, ഒരു മുഅ്മിനായി ജീവിക്കുക എന്നത് നല്ല പ്രയാസമുള്ള ഘട്ടത്തിലേക്കാണ് ഇനി നമ്മൾ മുന്നോട്ട് പോവുക. അല്ലാഹു തആല ക്ഷമിച്ചു നിൽക്കാനും സഹിച്ചു നിൽക്കാനുമുള്ള നല്ല മനസ്സ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്നാൽ ഇസ്ലാമിക കാര്യങ്ങളെ പരിശോധിക്കുമ്പോൾ ഖുർആനിന്റെ പ്രഖ്യാപനം, യുദ്ധം അനിവാര്യമായ ഘട്ടത്തിൽ ആ രാജ്യത്തോട് അത് ചെയ്യാനുള്ള ആഹ്വാനം നടത്താൻ അതിന് പറ്റിയ ഭരണാധികാരികളും സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ അവിടെ പോലും അതിര് കടക്കരുത് എന്ന് പറഞ്ഞ ഒരു മതം ലോകത്തുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ
മതമാകുന്ന ഇസ്ലാം മാത്രമാണ്. അല്ലേ പ്രിയപ്പെട്ടവരെ? കുട്ടികളെ കൊല്ലരുത്, സ്ത്രീകളെ ഉപദ്രവിക്കരുത്, ചെടികൾ നശിപ്പിക്കരുത്, അവിടെ ദേവാലയങ്ങൾ തകർക്കരുത്. ഇങ്ങനെ നിർദ്ദേശം കൊടുത്ത ഒരു മതം ലോകത്ത് വേറെ എവിടെ കാണിക്കാൻ പറ്റും? ഉദിനലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു. അവർ ആക്രമിക്കപ്പെട്ടവരാണ് എന്നതുകൊണ്ട് അവർക്ക് തിരിച്ച് യുദ്ധത്തിലേർപ്പെടാനുള്ള അനുവാദം തരുന്നു എന്ന് പറയുന്ന ആയത്തിന്റെ വിശദീകരണം നമുക്കൊന്ന് എടുത്ത് ഞാനും നിങ്ങളും മറിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. അപ്പൊ കാണാം നമുക്ക് അവിടെയൊക്കെ നിർദ്ദേശങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഇത്ര നല്ല ഒരു മതത്തിന്റെ അനുയായികളെ യുദ്ധക്കൊതിയന്മാരായി ഒരു ഭാഗത്ത് ചിത്രീകരിക്കാൻ മീഡിയകളും സോഷ്യൽ മീഡിയകളും അതിന് പറ്റാവുന്ന പ്ലാറ്റ്ഫോമുകളും എല്ലാം പണിയെടുക്കുമ്പോൾ യഥാർത്ഥ മുസ്ലിം, യഥാർത്ഥ ഇസ്ലാം എന്ത് എന്ന് ലോകത്തിന്റെ മുമ്പിൽ കാണിക്കുവാനുള്ള അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. സംസാരങ്ങളിലൂടെ, രേഖകളിലൂടെ, എഴുത്തുകളിലൂടെ, ജീവിത ശൈലിയിലൂടെ. പ്രിയപ്പെട്ടവരെ, അതിലുപരി ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിലേക്ക് കണ്ണു നനഞ്ഞ് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, പരീക്ഷണങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ധാരാളമായി വരും. ഒന്നിന് പിറകെ ഒന്നായി പല തരത്തിലായിരിക്കും. ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം വൈകി. ഒന്നിന് പിറകെ ഒന്നായി. മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന ഫി നഫ്സിഹി വവലദിഹി വമാലിഹി ഹത്താ യൽഖ അല്ലാഹ തആല വമാ അലൈഹി ഖതീഅ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കൂടുതൽ പരീക്ഷിക്കും. സോഷ്യൽ മീഡിയ തുറന്നു നോക്കി നിങ്ങൾ. ഖുദ്സിന്റെ മണ്ണിൽ എന്താ നിങ്ങൾ അള്ളാഹ് കാണില്ലേ? ഇല്ലേ? മുസ്ലിങ്ങൾ വരെ അതങ്ങനെ കേട്ടിട്ട് എന്തൊക്കെ അർത്ഥത്തിലുള്ള കമന്റ്സാ പറയുന്നത്. കുട്ടികളെ കൊല്ലുന്നത് നിങ്ങളെ പടച്ചോൻ കാണില്ലേ? എവിടെ പോയിരിക്കുകയാണ് നിങ്ങൾ അള്ളാഹ് എന്നൊക്കെ ചോദിക്കുമ്പോ മുസ്ലിം നാമധാരികളായ ആളുകൾ തിരിച്ച് പ്രതികരിക്കുന്ന കമന്റ്സ് ഒക്കെ വായിച്ചാൽ ദീനുമായി യാതൊരു ബന്ധം അവർക്കില്ല എന്നാ തോന്നുന്നു. നമ്മളെ ഏതൊക്കെ നിലയിൽ അള്ളാഹു പരീക്ഷിക്കും. ഒരു മുഅ്മിനാണോ ഒരു മുഅ്മിനത്താണോ, പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ടീമിന് വലിയ പരീക്ഷണമൊന്നും ഉണ്ടാവില്ല. ഇഷ്ടപ്പെട്ട ടീമിന്റെ മേൽ, ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ മേൽ പരീക്ഷണങ്ങൾ വർദ്ധിക്കും. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാ നബിമാര്. അവരെക്കാൾ ഇഷ്ടം നമ്മളോടില്ല. എന്നിട്ട് എല്ലാ നബിമാരും നേരെ മരിച്ചോ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, യഹ്യാ നബി അവർ കൊന്നതാണെന്ന് അല്ലേ? എത്ര ഉദാഹരണങ്ങളിലേക്ക് ഇനിയും പോവാനുണ്ട്. അള്ളാഹ് തെരഞ്ഞെടുത്ത ആകെ 1,00,000-ൽ പരം കോടിക്കണക്കിന് മനുഷ്യരാ ലോകത്ത് വന്നതും വരാനിരിക്കുന്നതും. അതിന് അള്ളാഹ് തെരഞ്ഞെടുത്ത 1,00,000-ൽ പരം നബിമാര്, അവര് പോലും നേരെ സാധാരണ മരണം കിട്ടാത്ത ആളുകളുണ്ട്. എന്തേ? അള്ളാഹ്ക്ക് സംരക്ഷിക്കാൻ കഴിയില്ലേ? അപ്പൊ അള്ളാഹ് കൂടുതൽ പരീക്ഷിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖലീലുള്ളാ എന്നാ വിളിച്ച്, എന്നിട്ട് അള്ളാഹ് കടുത്ത പരീക്ഷണം കൊടുത്തില്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, പരീക്ഷണം വരുമ്പോ പടച്ചോൻ എന്നെ ഇഷ്ടപ്പെടുകയാണ്. ഞാൻ എന്ത് പ്രതികരിക്കും? ഞാൻ എങ്ങനെ ഇതിനോട് പ്രതികരിക്കും? എങ്ങനെ ഈ കാര്യത്തെ നോക്കിക്കാണും? എന്റെ ക്ഷമ എത്രത്തോളം ഉണ്ടാവും? ഞാൻ എന്തൊക്കെ പറയും? ആ നിലക്ക് നമ്മൾ പരീക്ഷണങ്ങളെ കാണുക. അള്ളാഹു ചിന്തിക്കുന്ന, ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, മനസ്സുകൊണ്ട്, സാന്നിധ്യം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മൾ ചെയ്യാൻ. കാത്തിരിക്കാതെ എത്രയോ നിരാലംബരായ മനുഷ്യരുണ്ട്, വേദനിക്കുന്നവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, വിധവകളുണ്ട്, അനാഥകളുണ്ട്. നമ്മളെയും അള്ളാഹ് പരീക്ഷിക്കും. ഫിലിസ്തീനിന്റെ മണ്ണിലേക്ക് ഒരുപക്ഷെ നമുക്ക് നേരെ ഒന്നും കൊടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞില്ലെങ്കിലും പ്രാർത്ഥന ലോകത്തിന്റെ ഏതു ഭാഗത്തുനിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിനും പിശുക്ക് കാണിക്കുന്നത് എന്തിനാണ് സഹോദരങ്ങളെ? അള്ളാഹു നമ്മെ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് നമ്മുടെ പള്ളിയിൽ ഒരു കലക്ഷൻ ഉണ്ട്. അത് പുഴക്കാട്ടിരി എന്ന് പറയുന്ന പ്രദേശത്തേക്കുള്ള കലക്ഷനാണ്. അവിടെ നമുക്കൊരു പള്ളിയുണ്ട്, മനോഹരമായൊരു ചെറിയ പള്ളി. പക്ഷെ ആ പള്ളിയുടെ അതിര്
നമ്മളെ ചെറിയ സ്ഥലമായതുകൊണ്ട് ഒരു 8.25 സെന്റ് സ്ഥല, അതിൽ മുഴുവനായിട്ടും പള്ളിയാണ്. അതുകൊണ്ട് പള്ളിയുടെ പെർമിഷൻ റെഡി ആയിട്ടില്ല. സ്ഥലം ഇനിയും 4 ഭാഗത്തും വേണം. അതുകൊണ്ട് സഹോദരങ്ങളെ, മദ്രസ ആ പള്ളിയുടെ മുകൾ ഭാഗത്ത് ജുമഅക്ക് പള്ളി ഫുള്ളാകുന്നു, എന്നാൽ മദ്രസ അതേ സ്ഥലത്ത് പള്ളിയിൽ തന്നെ നടത്തുന്നു. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് അതിന്റെ തൊട്ടു ചാരിക്കിടക്കുന്ന 29ഓളം സെന്റ് സ്ഥലം കൊടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഇനി ഭാവിയിൽ കിട്ടാൻ വേറൊരു സ്ഥലമില്ല എന്നത് മനസ്സിലാക്കി 4.5 ലക്ഷം ഒരു സെന്റിന് വില കൊടുത്ത് ആ സ്ഥലം അവർ വാങ്ങിയിരിക്കുകയാണ്. പൂർത്തീകരിച്ച് ആ സ്ഥലം പൂർത്തീകരിച്ച് പള്ളിയായി നമുക്ക് പെർമിഷൻ കിട്ടാനും പിന്നെ മദ്രസ സ്ഥാപിക്കാനും പാർക്കിംഗ് സൗകര്യത്തിനും എല്ലാറ്റിനും വേണ്ടി, പള്ളിക്കു വേണ്ടി മദ്രസക്ക് വേണ്ടി ആ സ്ഥലത്ത് ഉപയോഗിക്കാൻ, അതിനുവേണ്ടി ആ നാട്ടുകാര് ഈ വലിയൊരു ഭീമമായ സംഖ്യ അവരെ കൊണ്ട് പറ്റുന്നതെല്ലാം എടുത്തതിന് ശേഷം നമ്മളോടും അവർ സഹായം ചോദിച്ചിരിക്കുകയാണ്. എല്ലാവരും കൊടുക്കണം. അതിന്റെ കലക്ഷനാണ്. പരമാവധി നല്ലൊരു സംഭാവന അതിലേക്ക് നിങ്ങൾ കൊടുക്കണമെന്ന് വിനീതമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു മാപ്പ് നൽകണേ അള്ളാഹ്. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ വിട്ടു പിരിഞ്ഞിട്ടുണ്ട്, അവർക്ക് ഖബറിടം വിശാലമാക്കി കൊടുക്കണേ അള്ളാഹ്. അള്ളാഹുവെ, ഫലസ്തീനിന്റെ മണ്ണിൽ വേദനിക്കുന്ന ഞങ്ങളുടെ സഹോദരിമാർ, ഞങ്ങളുടെ കുട്ടികൾ, അള്ളാഹുവെ, ഞങ്ങളുടെ ജ്യേഷ്ഠാനികന്മാർ, അള്ളാഹുവെ, മുഅ്മിനീങ്ങളുടെ സഹോദര സഹോദരിമാർ, അള്ളാഹുവെ, അവർക്ക് നീ അവലംബം കൊടുക്കണേ അള്ളാഹ്. അവർക്ക് നീ ആശ്രയം കൊടുക്കണേ അള്ളാഹ്. ഒരു സ്വതന്ത്ര ഫലസ്തീൻ നൽകി അവരെ നീ അനുഗ്രഹിക്കണേ അള്ളാഹ്. അള്ളാഹുവെ, നീ പവിത്രമായി പ്രഖ്യാപിച്ച ആ ഭവനത്തെ നീ കാത്തു സംരക്ഷിക്കാൻ ഇന്നത്തെ ലോകത്തെ തലമുറക്ക് അള്ളാഹുവെ നീ സൗകര്യമുണ്ടാക്കി കൊടുക്കണേ അള്ളാഹ്. അള്ളാഹുവെ, നിന്റെ ദീനിനു വേണ്ടി അവിടെ ഒരുപാട് പ്രയാസങ്ങൾ ഏറ്റുവാങ്ങുകയും മരണപ്പെടുകയും അവർക്ക് നീ അള്ളാഹുവെ ശുഹദാക്കളുടെ പദവി നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. അള്ളാഹുവെ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ആ മക്കൾക്ക് അള്ളാഹുവെ നീ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവരുടെ വിശപ്പ് മാറ്റാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണേ അള്ളാഹ്. അള്ളാഹുവെ, ലോകത്തിന്റെ എവിടെ വെച്ചാണ് ഞങ്ങളുടെ മരണമെന്നറിയില്ല റബ്ബേ. എവിടെ വെച്ച് മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അള്ളാഹ്. اللهم اغفر للمؤمنين والمؤمنات، اللهم اغفر للمؤمنين والمؤمنات، اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والمسلمين والمسلمات. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة